ഹലോ ഫ്രണ്ട്സ്, ഇപ്രാവശ്യം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ RS200-ൽ ഇത്രയും ലഗേജ് വയ്ക്കുന്നത് എന്നാണ്. ഇത്രയും ലഗേജ് കൊണ്ട് പേടിക്കേണ്ട, ഇതൊരു ചെറിയ റൈഡിനുള്ളതല്ല. ഒരു 3 മാസത്തേക്കുള്ള റൈഡിനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. റൈഡിനുള്ളത് എനിക്ക് സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ്. എല്ലാം കൂടി ഈ RS-ലാണ് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ നമ്മുടെ മൊബൈൽ ചാർജർ ഞാൻ ബോബോടെ ഫിറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാൻ ഫ്യൂവൽ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയാണ്. അഥവാ എനിക്ക് ക്യാരി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊരു സ്ഥലം വേണമല്ലോ, അതിനുവേണ്ടിയാണ് ഫ്യൂവൽ വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സാഡിൽ ബാഗ് മാത്രം വയ്ക്കുന്നതിന് ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഇത് റൈനോക്സിൻ്റെ നോമാഡ്, അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം, കാണിച്ചാൽ ആദ്യം ഇത് ഞാൻ ഇട്ടിട്ടുള്ളത് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇതിങ്ങോട്ട് വെക്കുക, ഇൻഡിക്കേറ്ററൊക്കെ തട്ടുന്നുണ്ടോ നോക്കുക. ഇൻഡിക്കേറ്ററിലൊന്നും തട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതങ്ങ് ടൈറ്റ് ചെയ്യുക. നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് സെക്യൂർ ചെയ്യേണ്ടതാണ്. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ടാങ്ക് ബാഗ് വെക്കണം. ആ ടാങ്ക് ബാഗ് വെക്കുന്നതിന് ഒരു ലൂപ്പുണ്ട്, ഈ ലൂപ്പ്. അപ്പം ഈ ഒരു റിങ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പിന്നെ അഴിക്കേണ്ടതായിട്ട് വരും. ടാങ്ക് ബാഗിന് 2 ലൂപ്പ് തരുന്നുണ്ട്. അത് ഇവിടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇവിടെയാണ് ഏറ്റവും നല്ല പൊസിഷൻ. ഇവിടെ എങ്ങനെ ഇട്ട് വെച്ചേക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഇതിൻ്റെ ഈ സ്ട്രാപ്പ് ദൂരം ഇടുക. അതില്ലേ, ഇപ്പോൾ ഇത് ഇതിനകത്തായിക്കോളും. ഇത് കെട്ടുന്നതൊക്കെ ഞാൻ പഴയ വീഡിയോസിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ നമ്മുടെ ഈ സാഡി ബാഗിൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഇട്ടിട്ടുണ്ട്. നമുക്കത് അതിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ ബാക്കിലുള്ള സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് ടൈറ്റ് സാഡിൽ ഇവിടെ സെറ്റായി. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ നമുക്ക് നമ്മുടെ ടാങ്ക് ബാഗിൻ്റെ ആ ലൂപ്പ് ആദ്യം ഇടുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഇടുക. ഇതിവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുക, കണ്ടില്ലേ? അപ്പോൾ ഇത് സെറ്റായി. അതിനുശേഷം ടാങ്ക് ബാഗ് എടുക്കുക. ടാങ്ക് ബാഗിനോട് 2 ബക്കിളുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് ആ ബക്കിൾ കണക്ട് ചെയ്യേണ്ട സാധനം. ഇത് നമ്മൾ ഈ ഹാൻഡിലിൻ്റെ സൈഡിൽ കൂടെ റൗണ്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഈ 2 സ്ട്രാപ്പ് വലിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യണം. കണ്ടോ, ടൈറ്റ് ചെയ്യണം. അതിനുശേഷം ഇവിടെ കണക്ട് ചെയ്തിരുന്ന ഇതെടുത്ത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെയ്യണം. ഇത് ഇവിടെ ചെറിയ ലൂപ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ റൈഡിൽ മിസ്സായിപ്പോയി. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വയ്ക്കുകയോ അല്ലെങ്കിൽ വേറൊരു ലൂപ്പ് എടുത്ത് ഇവിടെ കൊടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇരുന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഈ സ്ട്രാപ്പ് എടുത്ത് ഇവിടെ കണ്ടില്ലേ? അപ്പോൾ ഇനി ഫ്രണ്ടിലേക്കും പോകില്ല, സൈഡിലോട്ടും പോകില്ല, ഒരിക്കലും പോകില്ല. ഇനി ഈ ബാഗ് ഇത് അതിനുവേണ്ടി നമുക്ക് 2 ബഞ്ചി കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ 2 കളറാണ് എടുത്തിരിക്കുന്നത്. അത് ചെയ്യുന്നത് ഇവിടെ ഏതാണ് നോക്കുക. ഇവിടെ ഓൾറെഡി ഇത്രയും ലോഡ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മെറ്റലിൻ്റെ ഉണ്ട്, അത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. അത് ഇവിടെ വയ്ക്കുമ്പോൾ നമ്മുടെ ഈ ട്യൂബ് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും മെറ്റലിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പോലെ RS-ൽ ഇവിടെ ഇടരുത്. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഇതാണ് പോകുന്നത്, അതുകൊണ്ട് കീറിപ്പോവും. ഇത് പ്ലാസ്റ്റിക്കാണ്, ഇതിനകത്തൂടെ മെറ്റലുണ്ട്, പക്ഷെ കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഇടുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട്
ഇതിൽ എവിടെയാണ് ഓക്കെ, സെറ്റാണ്. ഇൻഡിക്കേറ്ററിലൊന്നും തട്ടാതെ നോക്കുക, അതാണ് മെയിൻ. ഇൻഡിക്കേറ്ററിൻ്റെ അപ്പുറത്തേക്ക് എടുത്ത് ഞാൻ ഇവിടെയാണ് കണക്ട് ചെയ്തത്. ഇവിടെയല്ല ഞാൻ കണക്ട് ചെയ്തത്, ഇവിടെയാണ് കണക്ട് ചെയ്തത്. അപ്പുറത്തെ സൈഡ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എൻഡ് ചെയ്തത് ഞാൻ ഇവിടെ. അടുത്ത നമ്മുടെ കോഡ് എടുത്തിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ലോഡ് ബാലൻസിങ്ങിന് വേണ്ടി ചെയ്തിരിക്കുന്ന ചെറിയൊരു ഐഡിയ ആണ്. ഇതിൽ ഞാൻ വലിച്ച് ഇവിടെ കണക്ട് ചെയ്തു, കണ്ടില്ലേ? ഇനി എന്നിട്ട് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം പോവോ ഇല്ല എന്നുള്ളത്. ലൂസാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ മൗണ്ട് ഇത് ലഗേജ് വെച്ച് കെട്ടാനുള്ള ഇതുണ്ടെങ്കിൽ അവിടെ ഇതുപോലത്തെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല, അതിൽ കൊടുത്തിട്ട് കണക്ഷൻ കറക്റ്റ് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതും സെക്യൂർ ആയിട്ടുണ്ട്. ഇതും ഇങ്ങനെ ടൈറ്റാണ്, ഇതെല്ലാം ടൈറ്റാണ്. ഡബിൾ ചെക്ക് ചെയ്യുക റൈഡിന് മുമ്പ്. ഇൻഡിക്കേറ്റർ ഒന്നും മറിഞ്ഞില്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇൻഡിക്കേറ്റർ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇനി മഴ പെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റെയിൻകോട്ടുണ്ട്, ഈ റെയിൻകോട്ട് എടുത്ത് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്താൽ മതി. അതുപോലെ ഇതിൻ്റെ റെയിൻകോട്ടുണ്ട്, അതും എടുത്ത് കവർ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം എൻ്റെ ഈ ലഗേജ് മുഴുവൻ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ ഫോൺ വെച്ചിട്ട് ചാർജറെ കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് RS200 നമ്മൾ ലഗേജ് സെറ്റ് ചെയ്യുന്നത്. കയറുന്ന ഇങ്ങനെയാണ്. നമ്മുടെ ഹാൻഡിൽ തട്ടുന്നുണ്ടോ നോക്കണം. മൊബൈൽ വെച്ച് കഴിഞ്ഞില്ലേ? ഇല്ല, ഓക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ്.